ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഈ പ്രോഡക്റ്റിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും പറയുന്നുണ്ട്, അതിൻ്റെ ക്വാളിറ്റിയൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ 6 കമ്പാർട്ട്മെൻറ്റ് വരുന്ന പ്ലാസ്റ്റിക് ഡ്രോയറാണ്. അപ്പോൾ ഇതിൻ്റെ പിക്ചർ ഞാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കാം. ഇതാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പാക്കിങ് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. വലിയൊരു ബോക്സിൽ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ലൊരു പാക്കിങ് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു 6 ബോക്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ജോയിൻ ചെയ്യേണ്ട ആ ഒരു ജോയിൻസ് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തായിട്ട് നമുക്ക് ആ ഒരു സ്റ്റാൻഡ് പോലത്തത് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാനായിട്ട് ഞാൻ കുറച്ച് പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ജോയിൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ജോയിൻസിനൊന്നും വളരെ ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് ഒന്നും അല്ല ഇത്. എൻ്റെ ഇടയ്ക്കൊക്കെ 1-2 പൊട്ടിയ പീസൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ അധികം വെയിറ്റ് ചെയ്ത് താങ്ങാനായിട്ട് പറ്റത്തില്ല. ഇതിൻ്റെ ഈ ബോക്സൊക്കെ വന്നിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ടായിരുന്നു. ക്വാളിറ്റി നല്ല വലിപ്പവും ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനമൊക്കെ സ്റ്റോറേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒത്തിരി വെയിറ്റുള്ള സാധനങ്ങളൊന്നും ഇതിനകത്ത് വച്ചിരിക്കാൻ പറ്റത്തില്ല. കാരണം ആ ഒരു ഇടയ്ക്ക് വരുന്ന ജോയിൻസിന് ആ ഒരു ക്വാളിറ്റി കുറവുള്ളത് കൊണ്ട് തന്നെ ഒത്തിരി വെയിറ്റ് ചെയ്ത് താങ്ങത്തില്ല. നിങ്ങൾക്കിപ്പോൾ ബേബീസിൻ്റെ ആക്സസറീസോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കുള്ളത് തന്നെ എന്തെങ്കിലും വെയിറ്റ്ലെസ് ആയിട്ടുള്ള പ്രോഡക്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനായിട്ട് സൂക്ഷിക്കാനായിട്ട് ധാരാളമായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ആ ഫിറ്റിംഗ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് അതിനെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഓരോരോ സ്റ്റാൻഡായിട്ട് വരുന്ന ഭാഗങ്ങൾ ഓരോന്നായിട്ട് എടുത്തതിന് ശേഷം ഓരോ ജോയിൻസും വന്നിട്ട് അതിനകത്ത് ആ ഒരു അളവ് വന്നിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് പുറത്തായിട്ട് ഓരോരോ സെറ്റായിട്ട് വയ്ക്കാം. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് 400 സംതിങ് രൂപയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. ആവശ്യമുള്ളൊരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഓഫർ ഇടുന്നുണ്ട്. ചില സമയം 400 സംതിങ് ആയിരിക്കും കാണിക്കുക, ചില സമയം അത് 600 സംതിങ് കാണിക്കുന്നുണ്ട് റേറ്റ്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഫൈനൽ ലുക്ക് കാണാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഓരോരോ ബോക്സായിട്ട് ഇങ്ങനെ നമുക്ക് തുറക്കാനും അടയ്ക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. ആ ബോക്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് പുറത്തെടുത്തിട്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അകത്തോട്ട് വയ്ക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി വലിയ സ്ഥലമൊന്നും ആവശ്യമില്ല. ഒരു ചെറിയ സ്ഥലത്ത് തന്നെ ധാരാളമായിട്ട് നമുക്ക് കീപ്പ് ചെയ്ത് നമ്മുടെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്കിനി ഓവറോളായിട്ട് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽ പറയണമെന്നുണ്ടെങ്കിൽ 400 സംതിങ് രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഓക്കെയാണ്. കാരണം ഇതിൻ്റെ ക്വാളിറ്റി വന്നിട്ട് വലിയൊരു ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നില്ല. പിന്നെ നിങ്ങൾക്ക് വലിയ വെയിറ്റൊക്കെ ഉള്ള പ്രോഡക്റ്റ്സാണ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ അല്പം കൂടെ വില കൂടിയ നല്ലൊരു കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇനി നിങ്ങൾ കുറച്ചുകൂടെ നോക്കിയിട്ട് വാങ്ങുക. പിന്നെ ഇതെല്ലാം റിവ്യൂവും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കുക. ആവശ്യമുള്ളവർ പർച്ചേസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. താങ്ക്